നിങ്ങൾക്ക് ഇത്രയും എടുക്കൊണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മനുഷ്യന് തരം താഴാവുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങൾ അതിനും താഴേക്ക് പോയല്ലോ. നിങ്ങളുടെ മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാവുന്നൊരു തീരുമാനം, അങ്ങനൊരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ? അതിനും ഇങ്ങനെ എന്നെ ശിക്ഷിക്കണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആണുങ്ങളെ കൈയും കാലും കണ്ണീരും കാണിച്ച് വലവീശി പിടിക്കാൻ ഇറങ്ങുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലുള്ളവരും ഞാൻ അറിഞ്ഞിരുന്നില്ല. സദാനന്ദ, ഒച്ച വയ്ക്കണ്ട. സത്യം ഞാൻ പറഞ്ഞത്. കല്യാണം ഇനി എന്ന് നടത്താന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ മറുപടി പറഞ്ഞേ? കാശ് എന്നിട്ട് നടത്താന്ന് അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങളുടെ മകളെ എന്റെ മോന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവനൊരു പാവാ. നിങ്ങളുടെ മോളെ കണ്ണീര് കണ്ടപ്പോ അവന്റെ മനസ്സലിഞ്ഞു. അവന്റെ മനസ്സലിയും. പക്ഷേ എന്റെ തലിയില്ല. ജീവിതം കുറെ കണ്ടവനാ ഞാന്. പലതും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിച്ച സൂത്രം ഉണ്ടല്ലോ, അത് പരാജയപ്പെടുകയുള്ളൂ. സദാനന്ദ, സത്യം അറിയാതെയാ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എന്റെ മോളെ ആരുടെത്തേക്കും പറഞ്ഞു വിട്ടിട്ടില്ല. ഇനി അവളെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മനസ്സറിവോടെ അല്ല. അവള് കാണിച്ച ബുദ്ധിമോശത്തിന് ഞാൻ തന്നോട് മാപ്പ് പറയാ. താൻ എന്നോടും എന്റെ മോളോടും ക്ഷമിക്കണം. ഇന്നേ വരെ എന്റെ ഒരു തീരുമാനത്തിനും എതിര് നിൽക്കാത്തവനായിരുന്നു രാജീവ്. അവൻ എന്നോട് ഇന്ന് മുഷിഞ്ഞ് സംസാരിച്ചു. കാരണം നിങ്ങളും നിങ്ങളുടെ മകളും. കാശില്ലെങ്കിലും തറവാടത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതും തെറ്റി. ഒന്നും മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. താൻ എന്നോട് ക്ഷമിക്കേ. ക്ഷമിക്കാൻ പറ്റാവുന്ന തെറ്റല്ല നിങ്ങളുടെ മോള് ചെയ്തേ. ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെട്ടിക്കേറി വരുമ്പം എന്തായിരുന്നനെ? ദൈവം എന്നെ രക്ഷിച്ചതാ ആ മരണത്തിന്റെ രൂപത്തിൽ. അല്ലെങ്കിൽ ആ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്റെ കുടുംബം കുട്ടിച്ചോറാവുമായിരുന്നു. എല്ലാം നമുക്ക് പരിഹരിക്കാം. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണമെങ്കിൽ തന്റെ മുമ്പിൽ അവളെ കൊണ്ടുവരാം. അവളെ കൊണ്ട് മാപ്പും പറയിക്കാം. ഒന്നും വേണ്ട. കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലല്ലേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. കല്യാണം നടത്തുന്നില്ലെങ്കിൽ പിന്നെന്തിനാ മാപ്പ്? സദാനന്ദ, അയ്യോ, പറയുന്നുകൊണ്ട് വിരോധവും തോന്നരുത്. ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. ശാന്തമായിട്ടൊഴുകുന്ന നദി കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഏതാണ്ട് അതുപോലെയായിരുന്നു എന്റെ കുടുംബം. ഒരു ചെറിയ പൊട്ടിത്തെറി പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നീ കല്യാണം ഉറപ്പിച്ചോ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ. എന്തിനാ വഴി കൂടെ പോകുന്ന പ്രശ്നങ്ങളെടുത്ത് തലയെ വയ്ക്കുന്നത്? എന്റെ ഭാര്യയ്ക്കും ഈ ബന്ധത്തിന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒഴിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ മോളെ ആരെ കൊണ്ട് വേണമെങ്കിലും കെട്ടിക്കാം. ഞാനോ എന്റെ മോനോ ഒരു തടസ്സത്തിനും വരില്ല. സദാനന്ദ, അങ്ങനെ പറയരുത്. കാശ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാം. കല്യാണം വേണ്ടാന്ന് വെക്കരുത്. കാശല്ലല്ലോ ഇപ്പൊ പ്രശ്നം. അതിനേക്കാളൊക്കെ വലുതാണല്ലോ മനസ്സമാധാനം. നിങ്ങൾക്ക് എന്നോട് ഒന്നും തോന്നരുത്. നമ്മൾ എന്നും നല്ല സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. അങ്ങനെ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പായി. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ നാണം കെട്ട ആദ്യത്തെ സംഭവം. മഹേശ്വരനോട് തീരാണില്ലേ. ഇനി അധികകാലം ഞാൻ ഉണ്ടാവില്ല. പോകുന്നതിന് മുമ്പ് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാ വരാൻ പറഞ്ഞേ. ഇരിക്കെ. അച്ഛൻ പറഞ്ഞു. മോനെ, ജീവിതത്തിൽ നീ ആരെയും വിശ്വസിക്കരുത്. സ്വന്തമാവാം, ബന്ധമാവാം, സുഹൃത്തുക്കളാവാം. ആരെയും വിശ്വസിക്കരുത്. സ്വന്തം ഭാര്യയും കുട്ടികളെയും പോലും വിശ്വസിക്കരുത്. എല്ലാരും ചതിക്കും. പുറകിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തും. എന്നെ കുത്തി. കുത്തിയ കത്തി വീണ്ടും വലിച്ചൂരി പിന്നെയും പിന്നെയും കുത്തി. അച്ഛാ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർത്താ സങ്കടം. എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർത്താ സങ്കടം. എന്റെ മോനായിട്ടും നിനക്കൊന്നും തരാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ നീ വീണുപോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിന്റെ കൂടെ ഇവളുണ്ട്. ഇവളടാ നിന്റെ ഐശ്വര്യം, വിളക്ക്. നിങ്ങൾക്ക് നല്ലതേ വരൂ എന്നും. ഇങ്ങനെയൊക്കെ സങ്കടപ്പെടാൻ എന്താ അച്ഛ ഉണ്ടായത്? രാജീവിന്റെ വീട്ടുകാര് കല്യാണത്തിന് സമ്മതിക്കും. എനിക്കിപ്പോഴും ആ പ്രതീക്ഷയുണ്ട്. എനിക്കുണ്ട് അച്ഛ. പ്രതീക്ഷകൾ വേണം.
ഒപ്പം അത് നടത്തിയെടുക്കാനുള്ള ഉപായവും വേണം. കാശിന് കാശ് തന്നെ വേണ്ടേ മക്കളെ? കാശില്ലാത്തവന്റെ വാക്കിന് എന്ത് വിലയാ ഉള്ളത്? പണം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. വേദയോട് ഞാൻ ഒന്നുകൂടി സംസാരിക്കാം. നീ അവളുടെ കാല് പിടിക്കണായിരിക്കും അല്ലേ? എങ്ങനെയായാലും കല്യാണം നടന്നാ പോരെ? കണ്ടോ ഇവന്റെ മാറ്റം കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരെയും വിശ്വസിക്കരുതെന്ന്. ഇവനും ആ ഗണത്തിൽ പെടും. എനിക്ക് എന്റേതായിട്ടുള്ള പരിമിതികളില്ലേ? വല്യമ്മയുടെ ആരെങ്കിലും പറഞ്ഞോ സ്വത്ത് വേദയുടെ പേരിൽ എഴുതി കൊടുക്കാൻ? എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന്റെ പേരിൽ നടന്ന ചതിയൊക്കെ അധികം വൈകാതെ പുറത്തു വരും. ഇതാണ് പ്രശ്നം. വേദയെ ആർക്കും ഇഷ്ടമല്ല. എന്തിനാ അവളെ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നത്? അതുകൊണ്ടല്ലേ അവളും തിരിച്ചിങ്ങനെ പെരുമാറുന്നത്. നീ തന്നെ ഇത് പറയണം ഗിരി. എത്ര പെട്ടെന്ന് നീ ഇങ്ങനെ മാറിപ്പോയത്? ഞാൻ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളാണോ മാറിയത്? എടാ, നിന്റെ കൂടപ്പിറപ്പിന്റെ കല്യാണം നടത്താനാ കാശ് ചോദിച്ചത്, അല്ലാതെ ഞങ്ങൾക്കെടുത്ത് ദർബാർ അടിക്കാനല്ല. ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരുത്തന്റെ മുമ്പിൽ കൈ നീട്ടില്ലായിരുന്നു. കാശില്ലല്ലോ. ഇല്ലാത്തവർക്കേ എന്ത് ആദർശവും പറയാം. കേട്ടല്ലോ, കാശില്ലാത്തവൻ ആദർശം പറയരുത്, പരിഹസിക്കപ്പെടും. മതി വഴക്കിട്ടത്. എനിക്ക് ഈ കല്യാണം വേണ്ട. തീർന്നില്ലേ? ഇനി രാജീവിന്റെ വീട്ടുകാർ തയ്യാറായിട്ട് വന്നാലും എനിക്ക് സമ്മതമല്ല. അതുകൊണ്ട് എന്റെ കല്യാണത്തെ ചൊല്ലി ഇവിടെ ആരും വഴക്കിടണ്ട. നിന്നെ കല്യാണം നടത്താൻ അച്ഛൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഒരുത്തനും ഒരു ചില്ലി കാശ് തന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ കല്യാണം നടത്തും. ഈ കല്യാണം നടക്കാതെ പോയാ തോറ്റു പോകുന്നത് നീയോ ഞാനോ അല്ല ഗൗരി, നമ്മുടെ അച്ഛനാ. അത് സംഭവിക്കരുത്. സ്വാതി, ധൈര്യമായിട്ടിരിക്ക. കല്യാണം നടന്നിരിക്കും. സ്വാതിയാ പറയുന്നത്, നടത്തിയിരിക്കും. സ്വാതി ചേച്ചി. അതെ, എനിക്ക് അമ്മയൊന്ന് കാണണം. അമ്മേ, ദേ സ്വാതി ചേച്ചി വന്നിരിക്കുന്നു. ഏത് സ്വാതി ചേച്ചി? ഓ, നീയോ? എന്താണാവോ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. ഓ, സംസാരിച്ചോ? കല്യാണത്തെക്കുറിച്ച് തന്നെയാ എനിക്ക് പറയാനുള്ളത്. അത് വേണ്ടത് ഞങ്ങൾ അറിയിച്ചിരുന്നല്ലോ. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കരുത്. കാശാണ് പ്രശ്നമെങ്കിൽ അത് ഞങ്ങൾ തരും. നിങ്ങൾക്ക് തരാമെന്നേറ്റ മുഴുവൻ പണവും തന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി കല്യാണം. കല്യാണം നടത്തണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. അറിയാലോ നിനക്കെന്നെ. മോള് കണ്ടല്ലോ, കാശല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം, ഇവന്റെ മനമാറ്റം. ഞങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനവും തൊണ്ട തൊടാതെ വിഴുകിയിരുന്ന ഇവൻ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാകത്തിൽ മാറിയത്? ആരാ അതിന് കാരണം? എന്താ സംശയം? അവള് തന്നെ, ആ ഗൗരി. കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അവളിവനെ ഇത്രയും മാറ്റിയെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങൾക്ക് ഇവനെ മുഴുവനായിട്ട് നഷ്ടപ്പെടുമല്ലോ. അവളൊരു പാവം അമ്മ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. അതിന്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ അവക്കുണ്ട്. അതിവിടെ വരുമ്പോ മാറിക്കോളും. കാരണം അമ്മയുടെ അടുത്തേക്കാണല്ലോ ഇനി അവള് വരാൻ പോകുന്നത്. ജീവിതം എന്താണെന്നും എങ്ങനെ, എവിടെ, ഏതൊക്കെ തരത്തില് പെരുമാറണമെന്നും അമ്മ അവളെ പഠിപ്പിക്കുമല്ലോ. അതൊക്കെ ശരിയാ.
എന്റെ അടുത്ത് ഒരുത്തിയുടെയും ഒരു വിളച്ചിൽ വേശത്തില്ല. സത്യം പറഞ്ഞ ഈ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിക്കാൻ തന്നെ കാരണം നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള 2 പേരാ ഈ കുടുംബത്തിന്റെ തലപ്പത്ത് എന്നുള്ളതുകൊണ്ടാ. ഞാനിങ്ങോട്ട് പുറപ്പെടാൻ നേരത്ത് കൂടി അച്ഛനത് പറഞ്ഞു. സദാനന്ദൻ സാറിന്റെ കഷ്ടപ്പാട് നിറഞ്ഞ ആദ്യകാലവും അവിടെ നിങ്ങോട്ട് അധ്വാനിച്ച് കയറി വന്നതൊക്കെ കേട്ടപ്പോ എന്തൊരു ത്രില്ല തോന്നിയെന്നറിയോ? അതിപ്പോ ഞാൻ മാത്രമല്ല വിജയിച്ചത്. എല്ലാ മനുഷ്യരുടെ പിന്നിലും കാണും കഷ്ടപ്പാടിന്റെ കഥ. മറ്റുള്ളവരെ പോലെ അല്ല സാറ്. അച്ഛന് വലിയ ബഹുമാനാ സാറിനോട്. ഇവിടെ വന്ന് ഈ വീടും പരിസരമൊക്കെ കണ്ടപ്പോ എനിക്കും അത് ബോധ്യപ്പെട്ടു. അമ്മയാണ് ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയാം. ഈ വീടിന്റെ ഐശ്വര്യവും അമ്മയാണെന്നറിയാം. ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാതെ പോവരുത്. പ്രതീക്ഷിച്ച തുക നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ മാറിയാ അതിൽ കൂടുതലും കിട്ടും. ആകെ സ്വത്ത് 3 ഭാഗിക്കണമെന്ന് അച്ഛന്. 3 അതെ, ഒരു ഭാഗം എന്റെ ഏട്ടന്, വേറൊരു ഭാഗം ഗിരിക്ക്, പിന്നൊരു ഭാഗം ഗൗരിക്ക്. ഈ വിവരം മഹേശ്വരേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ആ അച്ഛൻ വിട്ടുപോയതായിരിക്കും. എന്തായാലും കല്യാണത്തിന് മുമ്പ് സാറുമായിട്ടുണ്ടാക്കിയ ധാരണ നടന്നിരിക്കും. ബാക്കി സ്വത്തിന്റെ കാര്യമൊക്കെ പിന്നെയല്ലേ. അങ്ങനെ മഹേശ്വരേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറയില്ലായിരുന്നു. എന്തൊക്കെയായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിവരം പറയാം അല്ലേ? അതെ അതെ. പടാ. അപ്പൊ എനിക്ക് സമാധാനമായിട്ട് പോവാലോ അല്ലേ അമ്മേ? അയ്യോ പിന്നെന്താ, മോള് പോയി ചായ എടുക്ക്. ഒന്നും വേണ്ടമ്മേ. ആഹാ, അത് പറഞ്ഞാ പറ്റില്ല. ഇവിടെ വന്നിട്ട് പച്ചവെള്ളം പോലെ കുടിച്ചില്ലെങ്കിലേ അതിന്റെ നാണക്കേട് എനിക്കാ. മോള് പോയി എടുക്കടി, ചെല്ലേ. ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ? അയ്യോ, സതുവേട്ടനും പറയും എപ്പോഴും. നീ എന്ത് കണ്ടിട്ടാ അവിടെ ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? കല്യാണം നടത്താൻ ലക്ഷങ്ങൾ വേണം, ലക്ഷങ്ങൾ. അത് എവിടെ നിന്നുണ്ടാക്കും? എനിക്കറിയില്ല. എല്ലാവരുടെയും സങ്കടം മാറ്റാൻ അപ്പൊ ഞാൻ ആ ഒറ്റ വഴിയെ കണ്ടുള്ളൂ. തെറ്റായിരിക്കാം, പക്ഷെ അതല്ലാതെ എന്റെ മുമ്പിൽ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. കാശിന് ഒരിക്കലും പഞ്ഞം ഉണ്ടാകാതിരുന്ന ഒരു വീടായിരുന്നു ഇത്. ആ വീട്ടിലിപ്പോ ദാരിദ്ര്യമായി. ഇതൊക്കെ കാലം നമുക്ക് തരുന്ന ഓരോ പാഠങ്ങളേട്ടാ. ഒന്നും സ്ഥിരമല്ലെന്നാ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഗിരിയുടെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അവനിങ്ങനെ വേദയുടെ പക്ഷം പിടിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞവനാ നേരെ ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് കളം മാറിയത്. അതാ തലയണ മന്ത്രത്തിന്റെ ശക്തി. വേദമിടിക്കുക. ഗിരിയെ അവളുടെ ആളാക്കി മാറ്റാൻ അവൾക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. അച്ഛൻ വിഷമിക്കുന്നുണ്ടാ. അല്ലെങ്കിൽ ഈ കല്യാണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി മാറി നിൽക്കായിരുന്നു. എന്റെ മാത്രം സഹോദരി അല്ലല്ലോ ഗൗരി. എന്നെക്കാളും ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ഗിരിയല്ലേ. അവന് താല്പര്യമില്ലെങ്കിൽ ഞാനെന്തിനാ കാണിക്കുന്നത്? പക്ഷെ അച്ഛനാ എന്നെ തോൽപ്പിച്ച് കളയുന്നത്. അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല ഏട്ടാ. ഏട്ടൻ കരുതിയതുപോലെ അച്ഛനും വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. ചിന്തിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാ അച്ഛൻ അച്ഛനാവുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സ്നേഹം തോന്നുന്നത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ സ്വാതി. നീയാണെങ്കിൽ കാശ് തരാമെന്ന് അവിടെ ചെന്ന് പറയുകയും ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും നമ്മളെല്ലാം കുറ്റപ്പെടുത്തു. ഗൗരി അടക്കം നമ്മളെ പഴി പറയും. എനിക്ക് അച്ഛന്റെ സങ്കടം മാറ്റണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ വിജയിച്ചു. ഇനി കാശുണ്ടാക്കുന്ന കാര്യം അതുണ്ടായി വരും. നമ്മൾ ശ്രമിക്കുന്നത് കല്യാണം നടത്താനല്ലേ? അതും ഒരു പെണ്ണിന്റെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് കാശ് എവിടെന്നെങ്കിലും വരും ഏട്ടാ. അഭിനയിച്ചിരുന്ന സിനിമ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ കുറച്ച് പുതിയ പടങ്ങൾ കമ്മിറ്റ് ചെയ്യായിരുന്നു. അതിന്റെ അഡ്വാൻസ് മാത്രം മതിയായിരുന്നു കല്യാണം നടത്താൻ. ഏട്ടൻ വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല.
വേദയോട് ഞാനും സംസാരിച്ചാലോ? അത് വേണ്ട. അവൾ ഏട്ടനെ അപമാനിക്കും. അങ്ങനെ ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തിനു വെറുതെ വീണ്ടും വഴക്കുണ്ടാക്കുന്നത്? ദേവപ്രിയോട് ചോദിച്ചാലോ? പണ്ട് ആ വീടിന്റെ ആധാരം കടക്കാരിൽ നിന്ന് രക്ഷിച്ചു കൊടുത്തത് അച്ഛനല്ലേ? ആ നന്ദി അവൾ കാണിക്കാതിരിക്കോ? നമുക്കതൊന്ന് പണയം വെക്കാൻ കിട്ടിയ പ്രശ്നം തീർക്കായിരുന്നു. ഞാൻ ആ വഴിയൊന്നും അന്വേഷിച്ചില്ലെന്നാണോ ഏട്ടൻ വിചാരിക്കുന്നത്? ദേവപ്രിയോട് ഞാൻ സംസാരിച്ചു. അവൾക്ക് പഴയതൊന്നും ഓർമ്മ പോലുമില്ല. ആധാരം തരാൻ പറ്റില്ലെന്ന് അവള് തീർത്തു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും സ്വാതി? ആരും ഇല്ലാത്തവർക്ക് ദൈവം അതുണ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. എല്ലാരും കൂടി അവസാനം എന്ത് തീരുമാനിച്ചു? എന്നെ കുരിശിത്തറയ്ക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചെങ്കിൽ മുൻകൂട്ടി പറയണം. എനിക്ക് അച്ഛനെ അമ്മയെ സഹോദരനെയൊക്കെ ഒന്ന് പോയി കാണാനാ അവസാനമായിട്ട്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്റെ കഴിവുകേട് കൊണ്ടാ ഈ കല്യാണം നടക്കാത്തതെന്ന എല്ലാവരുടെ അഭിപ്രായം. നീലിന്റെ അല്ല, എന്റെ കൂടപ്പിറപ്പ ഗൗരി. എന്നിട്ടും അവൻ കാണിക്കുന്ന താല്പര്യം പോലും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലെന്നാ അവരൊക്കെ പറയുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തുറന്നു പറയാം. നമുക്കിടയിൽ എന്തിനാ ഒരു മറ? കുറച്ചൊക്കെ അവര് പറയുന്നതിലും സത്യമുണ്ട്. എന്നുവെച്ചാ ഗിരി കല്യാണത്തിന് താല്പര്യം എടുക്കുന്നില്ലെന്നർത്ഥം. ഗിരിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടെന്നായിരിക്കും എല്ലാവരുടെയും ചിന്ത. ഇക്കാര്യത്തിൽ നമ്മൾ വാശി പിടിക്കണ്ട. ഗൗരി കല്യാണം കഴിച്ച് പോട്ടെ. പോട്ടെ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? പോണമെങ്കിൽ രാജീവിന്റെ വീട്ടുകാർ ചോദിച്ച കാശ് കൊടുക്കണം. അതാണ്, സ്ത്രീധനം കൊടുക്കണം. ആരാ വീട്ടുകാരെ കണ്ടുപിടിച്ചത്? നീലിന്റെ അച്ഛൻ. ഗിരി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്ത്രീധനത്തിന് വേണ്ടി വാശി പിടിക്കുന്ന വീട്ടുകാരെ കുറിച്ച്? അങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിലവാരം എന്തുമാത്രം താഴ്ന്നതായിരിക്കും ഊഹിക്കാലോ. അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണം ഗൗരി കയറി ചെല്ലാൻ. അത് നല്ലൊരു പോക്കായിരിക്കുമെന്ന് എന്തോ എനിക്ക് തോന്നുന്നില്ല. നീ പറയുന്നത് ശരിയൊക്കെ തന്നെയാ. എന്നാലും ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യത്തിന് എന്തിനാ എന്നാലും? അതിനർത്ഥം ശരിയാണെന്ന് തോന്നിയത് അത്രയ്ക്ക് ശരിയല്ലെന്ന് തന്നെയാ. അതിലെന്തോ ശരികേടുണ്ട്. ശരി, അനിയന്റെ സ്നേഹം. ഗിരി പറഞ്ഞതിനെ ഞാൻ അങ്ങനെ കാണുന്നു. പക്ഷെ അവര് പറഞ്ഞതോ അമ്മയെ കൊന്നത് ഞാനാണെന്ന് വരുത്താൻ ശ്രമിച്ചില്ലേ? ആർക്കായാലും അതിന് വിഷമം തോന്നില്ലേ? അങ്ങനെ പറഞ്ഞവരെ കൊല്ലാനുള്ള ദേഷ്യം കാണും ഇല്ലേ? അത് പക്ഷെ ഗൗരി അല്ലല്ലോ പറഞ്ഞത്, നീലല്ലേ? നീലല്ല, സ്വാതി. നീലിനെ കൊണ്ട് അങ്ങനെ പറയിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് സ്വത്ത് മുഴുവൻ അവർക്ക് കിട്ടുമെന്ന് അവള് വിചാരിച്ചത്. അതെനിക്ക് കിട്ടിയപ്പോ സഹിച്ചില്ല. പക്ഷേ ഈ സ്വത്തുണ്ടല്ലോ, എല്ലാവരുടെയും ഉറക്കം കെടുത്തിയിരിക്കുക ഈ സ്വത്ത്. അതിന്ന് ഒരു രൂപ പോലെ എനിക്ക് വേണ്ട. കാശ് കണ്ട് വളർന്നവളാ ഗിരി ഈ വേദ. കണ്ട അടുക്കളപ്പുറം നിറങ്ങി വന്നവർക്കൊക്കെ ഈ കാശ് വലിയൊരു സംഭവമായിരിക്കും. എനിക്കങ്ങനെയല്ല. അതെനിക്കറിയാം. അറിയില്ല. ഗിരിക്കടക്കം എന്നെ അറിയില്ല. ഗിരിക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കയ്യില് കാശിരിക്കുമ്പോ കാശില്ലാത്തതിന്റെ പേരില് ഗൗരിയുടെ കല്യാണം മുടങ്ങൂന്ന്? അറിയില്ല. ഗിരിക്കടക്കം എന്നെ അറിയില്ല. ഗിരിക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കയ്യില് കാശിരിക്കുമ്പോ കാശില്ലാത്തതിന്റെ പേരില് ഗൗരിയുടെ കല്യാണം മുടങ്ങൂന്ന്? ഇല്ല. എന്നിട്ടും ഒരുത്തരും ഇതുവരെ എന്നോട് വന്നൊന്നും സംസാരിച്ചിട്ടില്ല. എന്താ സംസാരിക്കാത്തത്? ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ വീട്ടിലില്ലേ? എന്നിട്ടും പുറത്തെല്ലാവരോടും പരാതി പറയുന്നു. എന്തിനാ? എന്നെ നാട്ടിക്കാൻ. നീ അതൊക്കെ മനസ്സിന് കള. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയില്ല ഞാനിപ്പോ. അതുകൊണ്ട് നീലിനോടും സ്വാതിയോടും ക്ഷമിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി കേട്ടോ. എനിക്ക് കിട്ടിയ സ്വത്ത് മുഴുവൻ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പോവാ. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട. സത്യമാണോ നീ പറയുന്നേ? എന്താ സംശയം? പണം ഒരിക്കലും ഈ വേദയ്ക്കൊരു പ്രലോഭനമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കാശുള്ള ഏതെങ്കിലും കോടീശ്വരനെ കെട്ടിയാ മതിയായിരുന്നല്ലോ. സ്വത്ത് ഞാൻ തിരിച്ചു കൊടുക്കും.
ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ വേദ ആരാന്ന്. സഹായിക്കണോ? വേണ്ട, ഇത് ചെയ്യാൻ എനിക്കറിയാം. അത് ശരി. കാൽക്കാശിന് ഗതിയില്ലെങ്കിലും നാവിനൊരു കുഴപ്പമില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ തരാം. അല്ല, നാട് മുഴുവൻ നടന്ന് എന്നെ കുറ്റം പറയാണെന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനും വേണമെങ്കിൽ 2 പൊട്ടിക്കാനും തയ്യാറായിട്ടാ ഞാനിപ്പോ വന്നത്. പൊട്ടിക്കാനോ? നീയോ? അതിന് നീയേ ഒരു ജന്മം കൂടി ജനിക്കണം. നാണമില്ലല്ലോ ഗൗരിയുടെ കല്യാണം നടത്താൻ വേണ്ടി തെണ്ടുന്നതില്. ഇതിലും ഭേദം കാർഡടിച്ചിറങ്ങുന്നതായിരുന്നു. പിച്ച തരുന്നത് പോലെ ആളുകള് സംഭാവന തന്നേനെ. അത് വെച്ച് നടത്താൻ പറ്റിയേനെ കല്യാണം. എന്ത് വേണോന്നേ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്റെ ഒന്നും ഉപദേശം ആവശ്യമില്ല.